ഹായ് വെൽക്കം ബാക്ക് ലിപ്പി വേൾഡ്. ഇന്നലെ ഞാൻ പെൻഡിങ്ങിലിട്ട കുറച്ച് മേക്കപ്പ് സാധനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ബ്ലഷ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് എൻവൈബയുടെ മൂസ് ബ്ലഷ് ഇൻ ദ ഷെയ്ഡ് പിങ്ക് ബ്ലോസം 03. ഇതൊരു മോസി ടെക്സ്ചറുള്ള ഒരു ബ്ലഷാണ്. ഇങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ലൊരു ക്രീമി ബ്ലഷാണ്. ഇത് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നി, എന്നാലും കുഴപ്പമില്ലാത്ത ബ്ലഷാണ്. സ്ട്രോക്ക് ക്രീമിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഈ ബ്ലഷ്. മീഡിയം സ്കിൻ ടോൺ ഇത് ഇത്തിരി ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ ഫ്ലേവേഴ്സും ഉണ്ട് ബ്ലഷിൻ്റെ. അപ്പോൾ ഞാൻ വാങ്ങിയത് ഈ പിങ്ക് ബ്ലോസ് ആണ്. ഇതിൻ്റെ ഓറഞ്ച് ബ്ലഷൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐ ഷാഡോ ഗ്ലാം 21ൻ്റെ ഷെയ്ഡ്സ് ഓഫ് ട്രെൻഡ് ഐ ഷാഡോ. മീഡിയം സ്കിൻ ടോണിന് ഏറ്റവും യോജിക്കുന്ന ഐ ഷാഡോ ആണ്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, ബേജ് കളർ, ഗ്രീൻ, ബ്രൗൺ, ഇതെല്ലാം മീഡിയം സ്കിൻ ടോണിന് യോജിക്കുന്നതാണ്. ഇപ്പോൾ ഇതിലൊരു ഞാനൊരു ഗ്രീൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ട്രൈ ചെയ്തു. ഇപ്പോൾ ഇതിൽ ഈ ഒരു കളറ് ട്രൈ ചെയ്ത് എന്ത് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളതാണ്, നോക്കൂ, ഷിമ്മറി. നമുക്കിത് മിക്സ് ചെയ്തിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. കണ്ടോ, നല്ല പിഗ്മെൻറ്റേഷനുള്ള അത്യാവശ്യം എന്നാൽ വലിയ വിലയില്ലാത്ത ബ്ലഷാണ് ഇത്. ബ്ലഷല്ല, സോറി, ഐ ഷാഡോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്ക് ഐ ഷാഡോ ആണ് ഇഷ്ടമെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ഹെവൻ്റെ സ്റ്റിക്ക് ഐ ഷാഡോസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത്, ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഒരു റേഞ്ച് കാണിച്ചെന്നില്ലേ, അത്. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് ഐ ഷാഡോ ഇതിൽ എല്ലാ കളേഴ്സും ബ്ലൂ ഹെവൻ്റെയിലും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ അത് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലഷും കൂടി ഉണ്ട്, അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ബ്ലൂ ഹെവൻ്റെ പോപ്പ് ആൻഡ് ഗ്ലോ ബ്ലഷ് സറ്റിൽ നോഡ് എന്ന് പറഞ്ഞ ബ്ലഷ്. ഇതൊരു ബ്രൗൺ ബ്ലഷാണ്. ഇങ്ങനത്തെ ഇതിലായിട്ട് ഇതൊരു ബ്രൗൺ കളർ സറ്റിൽ നോഡ് ഷെയ്ഡ് എന്ന് പറയാം. അധികം ഫങ്ഷനൊന്നും പോവാതിരിക്കുമ്പോൾ വെറുതെ ഒരു ബ്ലഷ്, ഒരു പോപ്പ് ഓഫ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലഷ് ഉപയോഗിക്കുക. ഇതും ഐ ഷാഡോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് മസ്കാര റോൺസിലിൻ്റെ ട്രാൻസ്പാരൻറ്റ് മസ്കാര. ഇത് ജസ്റ്റ് ഐക്കൊരു വോളിയം കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല കവറേജ് ഉള്ള, ബ്ലാക്ക് കളറൊന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലാഷ് നേരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ റോൺസിലിൻ്റെ ഐ ഷാഡോ ഓ മൈ ലാഷ്. റോൺസിലിൻ്റെ ഐ ഷാഡോ അല്ല, റോൺസിലിൻ്റെ ഫുള്ള് ടങ് ട്വിസ്റ്ററാണ്, ടങ് ബ്രേക്ക് എന്താ പറയും. റോൺസിലിൻ്റെ ഓ മൈ ലാഷ് മസ്കാര സൂപ്പർബാണ്. അഫോർഡബിൾ റേഞ്ചിൽ ഒരു ട്രാൻസ്പാരൻറ്റ് മസ്കാരയാണ്. നെക്സ്റ്റ് വരുന്നത് ഷുഗറിൻ്റെ ഒരു മസ്കാര ഇവിടെ നെക്സ്റ്റ് കാണിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഷുഗറിൻ്റെ മസ്കാര ലെങ്തനിങ് മസ്കാരയുണ്ട്, അപ് ടൗൺ കേൾ ലെങ്തനിങ് മസ്കാര ഷെയ്ഡ് 01. അത്യാവശ്യം നല്ല വോളിയം തരുന്ന മസ്കാരയാണ്. ഇതിൻ്റെ മിനി മസ്കാര മസ്കാര ഞാൻ ഡെയിലി വെയറിന് യൂസ് ചെയ്യാറില്ല. സോ വല്ലപ്പോഴും മാത്രമേ മസ്കാര ഇടാറുള്ളൂ. സോ എനിക്കൊരു മിനി മസ്കാര മതിയായിരിക്കും. സോ എപ്പോഴും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വെറുതെ വലിയ മസ്കാര വാങ്ങിയാൽ ഡ്രൈ ഡൗൺ ചെയ്ത് കളയണ്ട. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബ്ലൂ ഹെവൻ്റെയോ ഷുഗറിൻ്റെയോ ഇങ്ങനത്തെ മിനി മസ്കാര വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വേസ്റ്റ് ചെയ്യൂല, എന്നാൽ നിങ്ങൾക്ക് മസ്കാര ഉണ്ട് എന്നുള്ളൊരു ഇതും ഉണ്ടാവും. ഇനി ഞാൻ ഉപയോഗിക്കുന്ന പോൺസിൻ്റെ വാട്ടർമെലൺ ഫ്രഷ് ആൻഡ് ബ്രൈറ്റ് ട്രാൻസ്ലൂസൻറ്റ് ഫേഷ്യൽ പൗഡർ. ഇതൊരു പിങ്ക് പൗഡറാണ്, വാട്ടർമെലൻ്റെ സ്മെല്ല്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡറാണ്. ഒരു പിങ്ക് കളറിൽ ഒരു പിങ്കി ഗ്ലോ ഒക്കെ കിട്ടാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ടാൽക്കം പൗഡർ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ സ്കിപ്പ് ചെയ്തത് ഇന്നലെ. പിന്നെ എൻ്റെ ഒരു ഐലൈനറും ഉണ്ട്, ബ്ലൂ ഐലൈനർ ഷുഗർ പോപ്പിൻ്റെ. ഷുഗർ പോപ്പിൻ്റെ എൻ്റെ ബ്ലൂ ഐലൈനർ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ. ഇതൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് നൈക്കയുടെ ഐ ഷാഡോൻ്റെ കൂടെ. ഇതൊരു സൂപ്പർ സാധനമാണ്, ഫ്രീ കിട്ടിയതാണെങ്കിലും
ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം. 02 ബ്ലൂ എന്ന് പറഞ്ഞ ഷെയ്ഡ്, ഷുഗർ പോപ്പിൻ്റെ. നേരത്തെ കാണിച്ച മസ്കാര ഷുഗറിൻ്റെയാണ്. സോ ഇതൊക്കെയാണ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള മേക്കപ്പ് കളക്ഷൻ പ്രൊഡക്ട്സ്. ഇതിൻ്റെ കൂടെ കുറേ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ബൈ ദ വേ, ഇന്ന് ഞാൻ വിത്തൗട്ട് എനി ബേസ് മേക്കപ്പാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കൺസീലറും കോമ്പാക്ട് പൗഡറും ലിപ്സ്റ്റിക്കും മാത്രമാണ്, പിന്നെ ഒരു ഐലൈനറും. വേറെ ബേസ് മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ സിമ്പിൾ മേക്കപ്പാണ് എൻ്റെ. ഇങ്ങനെയാണ് ഞാൻ അധികവും പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഇഷ്ടമുള്ള സമയത്ത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. സോ എൻ്റെ ഹെവി മേക്കപ്പാണോ ഇങ്ങനത്തെ മേക്കപ്പാണോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ മേക്കപ്പ് ചെയ്യാം ഇനിയുള്ള വീഡിയോസിൽ. ഇങ്ങനെ സിമ്പിൾ മേക്കപ്പ് ആണെങ്കിൽ, അങ്ങനെ ഹെവി മേക്കപ്പ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ഞാൻ പിന്നെ ഒരിക്കലും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഒന്നോ രണ്ടോ ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മേക്കപ്പ് കളക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.